യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുനിൽ കുളക്കാട് അവരുടെ സ്വാഗതം ആശംസിച്ച ശ്രീ കൃഷ്ണൻ മാസ്റ്റർ, ഇവിടെ സംബന്ധിക്കുന്ന ബ്ലോക്ക് പ്രസിഡൻറ്റ് ശ്രീ ജയ്സൽ അത്തോളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി ബിന്ദു രാജൻ, നേരത്തെ നിങ്ങളെ അഭിസംബോധന ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി നാസ് മെച്ചൈ, UDF ചെയർമാൻ ശ്രീ രമേശ് ബാബു ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മറ്റ് അജിത് കുമാർ, രാജേഷ്, ശാന്തി ഉൾപ്പെടെയുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, അത്തോളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസിൻ്റെ ജന്മദിന പരിപാടികളും അതിനോടനുബന്ധിച്ച വിവിധ ചടങ്ങുകളെക്കുറിച്ചും അധ്യക്ഷനോടെ പ്രതിപാദിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ഇത്തവണത്തെ കോൺഗ്രസിൻ്റെ ജന്മദിന പരിപാടിയും മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദവി ഏറ്റെടുത്തതിൻ്റെ 100ാം വാർഷികവും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും MT വാസുദേവൻ നായരുടെയും നിര്യാണത്തിന് തുടർന്നുണ്ടായ ദുഃഖാചരണം കാരണം നമുക്കത് ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദുഃഖാചരണത്തിന് ശേഷം മണ്ഡലം കമ്മിറ്റി അന്ന് നിർത്തിവെച്ച ആഘോഷങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ ലീഡർ ശ്രീ K. കരുണാകരൻ്റെ 14ാം ചരമവാർഷികത്തിൻ്റെ അനുസ്മരണവും ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ലീഡർ ശ്രീ K. കരുണാകരനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെക്കുറിച്ചും പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിയുന്നവരാണ് പഴയ തലമുറക്കാരും പുതിയ തലമുറക്കാരും. ഇന്ന് നമുക്കറിയാം, നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് കേൾക്കുമ്പോൾ പഴയ തലമുറക്കാരും പുതിയ തലമുറക്കാരുടെയും മനസ്സിൽ വരുന്ന ചിത്രം ലീഡർ ശ്രീ K. കരുണാകരൻ്റെയാണ്. ഇപ്പോഴത്തെ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം അത് ശ്രീ K. കരുണാകരൻ്റെ സംഭാവനയാണ്. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടിയാണ് അന്താരാഷ്ട്ര സ്റ്റേഡിയം അദ്ദേഹം നിർമ്മിച്ചതെങ്കിൽ ഇന്ന് ശ്രീ പിണറായി വിജയൻ അത് ഭരതനാട്യം എന്നുള്ള പേരിൽ ഒരു പരിപാടി തട്ടിക്കൂട്ടാനും ഒരു ഫ്രോഡ് സംഘടനയുടെ നേതൃത്വത്തിൽ അതിനെ അനുമതി നൽകുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ഉമാ തോമസിന് അവിടുന്ന് വീട് പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ അപ്പോൾ ഒരുപാട് വികസന കാര്യങ്ങൾ സ്പോർട്സ് രംഗത്താണെങ്കിലും കലാരംഗത്താണെങ്കിലും നാടിൻ്റെ വികസന കാര്യങ്ങളിലാണെങ്കിലും സാധാരണക്കാരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം പ്രവർത്തിച്ച ഒരു ഭരണകർത്താവ് കൂടിയായിരുന്നു ലീഡർ ശ്രീ K. കരുണാകരൻ. മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നട്ടത് അദ്ദേഹം കേരളത്തിൻ്റെ ഇൻഫർമേഷൻ മന്ത്രിയായിരുന്ന കാലത്താണ്. 1971 മുതൽ 77 വരെ അദ്ദേഹം ആഭ്യന്തരമന്ത്രി മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ഇൻഫർമേഷൻ മന്ത്രി കൂടിയായിരുന്നു. അന്ന് ഈ സിനിമാ വകുപ്പൊക്കെ അദ്ദേഹമാണ് കൈകാര്യം ചെയ്തത്. ഇന്നത്തെ സാംസ്കാരിക വകുപ്പ് അന്നില്ല. വന്ന് മലയാള സിനിമയെ മലയാളത്തിലേക്ക് പറിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, മലയാള സിനിമ പിന്നെ മലയാളത്തിലല്ലാണ്ട് വേറെ എവിടെയാണ്? അങ്ങനെയായിരുന്നില്ല. കഥയൊക്കെ മലയാളത്തിൻ്റെ ആണെങ്കിലും ഷൂട്ടിങ്ങൊക്കെ നടന്നിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു. കാരണം കേരളത്തിലൊരു സ്റ്റുഡിയോ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യമായിട്ട് തീരുമാനമെടുത്തു, കേരളത്തിൽ മാത്രം ഷൂട്ട് ചെയ്യുന്ന മലയാള സിനിമകൾക്ക് 50,000 രൂപ അദ്ദേഹം ആദ്യമായിട്ട് സബ്സിഡി പ്രഖ്യാപിച്ചു. ഞാനിത് പറയാൻ കാരണം അത് ഈ പഴയ ചരിത്രം ആർക്ക് പറഞ്ഞുകൂടാ, പുതിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെ കേരളത്തിൽ മാത്രം ഷൂട്ട് ചെയ്യുന്ന മലയാള സിനിമകൾക്ക് 50,000 രൂപ അദ്ദേഹം സബ്സിഡി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് മലയാളത്തിലെ സിനിമാ നിർമ്മാതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഷൂട്ട് ചെയ്യാനാണ് താല്പര്യം. പക്ഷെ ഷൂട്ടിങ് മാത്രം പോരല്ല, ഡബ്ബിങ് വേണം, അതിൻ്റെ മറ്റ് പ്രിൻ്റ് തയ്യാറാക്കണം. അപ്പം അതിനൊക്കെ അത്യാവശ്യം സ്റ്റുഡിയോകളാണ്. അപ്പം അന്ന് സ്റ്റുഡിയോകളൊക്കെ അന്നത്തെ മദ്രാസ് നഗരത്തിലും ഹൈദരാബാദ് നഗരത്തിലുമാണ് വൻകിട സ്റ്റുഡിയോകൾ ഉണ്ടായിരുന്നത്. കേരളത്തിൽ സ്റ്റുഡിയോ പോലും ഇല്ല. ആകെ മെരിലാൻഡ് സ്റ്റുഡിയോ, ഉദയ സ്റ്റുഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ സിനിമകളുടെ കണക്കനുസരിച്ച് അത് മുഴുവൻ ആ 2 സ്ഥലത്തുമായിട്ട് ക്രമീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപീകരിക്കുകയും
ഇന്നത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതും അദ്ദേഹം ഈ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നപ്പോഴാണ്. അവശകലാകാരന്മാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത് അദ്ദേഹം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്താണ്. പോലീസിൽ സമൂല പരിഷ്കാരങ്ങൾ വരുത്തിയത് അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളം മുതൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ കേരളത്തിൽ വികസനം നടത്തിയ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് കെ കരുണാകരനായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി വന്നപ്പോൾ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പൊളിച്ചെടുത്ത് അധികം നടത്തുന്നുണ്ടായി. അതാണ് സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ തുടക്കം. അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഈ ഡെവലപ്മെൻറ്റിനൊക്കെ നേതൃത്വം നൽകിയത്. അതുവരെ എല്ലാ സർക്കാരിനെ ആശ്രയിക്കുക എന്നുള്ള നിലപാടായിരുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടെ നാടിൻ്റെ വികസനത്തിനുള്ള പുതിയ പാത വെട്ടിത്തുറന്നത് അത് ഇന്ത്യയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ ശ്രീ കെ കരുണാകരനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ട്. 2010 ഡിസംബർ 23 അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം തുറന്ന് പ്രകടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് തിരിച്ചു വരണം, UDF തിരിച്ചു വരണം. ഇന്ത്യയിൽ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, UPA സർക്കാരാണ്, പക്ഷേ കേരളത്തിൽ അച്യുതാനന്ദൻ സർക്കാരാണ്. അദ്ദേഹം പറഞ്ഞു നമ്മൾ തിരിച്ചു വരണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഭാഗ്യവശാൽ 2011 നമ്മൾ അധികാരത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ കഴിഞ്ഞ 8-9 വർഷമായിട്ട് നമ്മൾ പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 9 വർഷക്കാലം ഈ സംസ്ഥാനത്ത് നടന്ന ജനദ്രോഹ നടപടികൾ, നേരത്തെ അത് എൻ്റെ മുൻ പ്രാസംഗികൻ ശ്രീ നാസ് ചില കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ അക്രമ രാഷ്ട്രീയവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മസിൽ പവർ അതിന് ഓരോ സംഭവങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പോൾ UDF അധികാരം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകണം, ആരൊക്കെ, ഈ ചർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യം ചിലരൊക്കെ സനാതന ധർമ്മത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, ചിലരൊക്കെ അമ്പലത്തിൽ ഷർട്ട് ഊരി പോകേണ്ടതിൻ്റെ കാര്യം, ഷർട്ട് ഇട്ട് പോകണോ ഷർട്ട് ഇടാതെ പോകണം. ഇങ്ങനെയുള്ള ചർച്ച നടക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ ഗുണം ആർക്കാ? പിണറായി വിജയനാണ്. കാരണം ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അക്രമ രാഷ്ട്രീയം. ആ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പെരിയ കേസിലെ വിധി എന്ന് പറയുന്നത്. കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾ 10 വർഷം ഉദുമ MLA ആയിരുന്ന ശ്രീ KV കുഞ്ഞിരാമൻ കൂടെ ഉൾപ്പെട്ട് ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നടത്തിയ ഹീനമായിട്ടുള്ള കൊലപാതകം, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ വന്നുള്ള CBI കോടതിയുടെ വിധി എന്ന് പറയുന്നത്. ഏതാണ്ട് 14 പേർ ശിക്ഷിക്കപ്പെട്ടതിൽ 14 പേര് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. അതിലാണ് മുൻ MLA ഉൾപ്പെടെയുള്ളത്. ഈ കൊലപാതകം നടന്ന് അതിൻ്റെ കുറ്റവിചാരണയ്ക്കിടയിൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന KPCCയുടെ ഉപാധ്യക്ഷനും DCC പ്രസിഡന്റുമായിരുന്ന ശ്രീധരൻ വക്കീൽ പോലും കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഈ കോർട്ട് റൂൾ അനുസരിച്ച് ഈ പണിക്ക് അത് അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്നതിന് ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട കുറ്റമാണ് ശ്രീധരൻ വക്കീൽ ചെയ്തത്. കാരണം ഒരു ഭാഗത്തിൻ്റെ കേസ് എടുത്ത് പകുതി വെച്ച് മറുകണ്ടതാണ്. അതിന് ഡിസ്ക്വാളിഫിക്കേഷനാണ് ഇന്ത്യൻ പീനൽ കോടതി പറയുന്നത്. അങ്ങനെ ഒരു വക്കീല് കാര്യം അറിയാം. സ്വന്തം കക്ഷിയെ വഞ്ചിച്ചാൽ ആ കക്ഷിയെ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടണം. ഇവിടെ അത് നടന്നു. കേസിന്റെ ഫയലുകളൊക്കെ എടുത്ത് കേസുകൾ പഠിക്കാനെന്നുള്ള പേരിൽ ആ ഫയല് വെച്ചപ്പോഴാണ് ശ്രീ പിണറായി വിജയൻ മുൻകൈ എടുത്ത് ശ്രീധരനെ കളം മാറ്റിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ആ കൊന്ന കൊലയാളികൾക്കെതിരെ കേസ് നടത്തുന്ന മരണപ്പെട്ടവരുടെ കുടുംബവും കോൺഗ്രസ് പാർട്ടിയും കേസ് ഏൽപ്പിച്ച വക്കീൽ, ആ വക്കീലിന് എന്തിനാണ് കാര്യം മാറ്റിക്കൊണ്ടത്? എന്താ പറയുന്ന കാരണം? KPC മെമ്പറാക്കിയില്ല. എന്നാൽ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആൾ, DCC പ്രസിഡന്റ് ആയിരുന്ന ആൾ
രണ്ടല്ല 3 തവണ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നാൽ 91 തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞ് 2 തവണ 2001-ലും 2011-ലും ഉദുമയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, UDF സ്ഥാനാർത്ഥിയായിരുന്നു. ഇതെല്ലാം ഉള്ള ഒരാൾ ഒരു KPCC അംഗത്വത്തിന്റെ പേരിൽ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ചെയ്ത ഒരു ഗൂഢാലോചനയായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും 10 പേരെ വെറുതെ വിട്ടു. അതിൽ പ്രയാസമുണ്ട്. പക്ഷേ 14 പേർ ശിക്ഷിക്കപ്പെട്ടു. ആ ശിക്ഷിക്കപ്പെട്ടവർ ഇരട്ട ജീവപര്യന്തം 10 പേർക്ക്, 10 CPM-ന്റെ നേതാക്കന്മാർക്ക് ഇരട്ട ജീവപര്യന്തം. ഈ വിധി വന്നപ്പോൾ പ്രതികളെ പരസ്യമായി ന്യായീകരിക്കുന്ന പ്രസ്താവനയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് നടത്തുന്നത്. അദ്ദേഹം പ്രതികൾക്ക് അനുകൂലമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതെന്താ, പോലീസ് അന്വേഷിച്ച കേസ് തന്നെയാണ് CBI അന്വേഷിച്ചത്, പക്ഷേ ഞങ്ങളുടെ പാർട്ടിക്കാരെ കൊടുക്കാൻ ശ്രമിച്ചു. ഒരു മുൻ MLA കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേസ് കോടതിയിൽ നിങ്ങളുടെ വക്കീൽ ഹാജരായിരുന്നില്ല? നിങ്ങൾ മറകണ്ട ചാടിച്ച ശ്രീധരൻ വക്കീൽ അവസാനം പ്രതികൾക്ക് വേണ്ടി ഹാജരായില്ലേ? ഇതെല്ലാമായിട്ടും കോടതി ശിക്ഷിച്ചുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് എന്തുകൊണ്ട് ഏറ്റു പറയാൻ തയ്യാറാവുന്നില്ല? അതിന് പകരം പ്രതികളെ ന്യായീകരിക്കുക. നമ്മുടെ തൊട്ടടുത്ത MLA TP രാമകൃഷ്ണൻ, അദ്ദേഹം LDF-ന്റെ കൺവീനറാണ്. അദ്ദേഹം പറഞ്ഞാൽ അറിയും, ഇനി മേൽക്കോടതിയുണ്ട്. അതായത് ഞങ്ങളുടെ സഖാക്കളെ CBI കോടതി ശിക്ഷിച്ചുവെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതി പോകും, അവർക്കെണ്ടി ഫൈറ്റ് ചെയ്യും. SFI-നെ ഒരു ഭാരമായി ചാനലിൽ നിന്ന് പറയുകയാണ്, ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾ പുഷ്പം പോലെ ഒരു ഊരിക്കൊണ്ടുവരും. ഈ കൊലപാതകം നടത്തിയത് ആരാധന തെളിഞ്ഞല്ലോ. ഇന്ന് EP ജയരാജൻ പറഞ്ഞു, വെട്ടിന്റെ കണക്ക് മാത്രമേ പറയുള്ളൂ. ഒരു മാർക്സിസ്റ്റുകാരനെ 2005 കൊന്നു. അതാരാ? കോൺഗ്രസ്സുകാരനല്ല, RSS-കാരാണ്. ആ CPM-കാരനെ കൊന്ന ഇന്ന് EP ജയരാജൻ സന്ദർശിച്ച മരണപ്പെട്ട CPM-ന്റെ ആ വ്യക്തിയെ കൊന്നത് കോൺഗ്രസ് അല്ല, UDF അല്ല, RSS BJP ആണ് അവരെ കൊന്നത്. അതിന്റെ 9 പേരെയാണ് ഇപ്പൊ കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. അല്ല, അത് കോൺഗ്രസ്സായിട്ട് ബന്ധമില്ല. അപ്പൊ കൊലപാതകികളെ ന്യായീകരിക്കുന്ന സമീപനം ഈ ശത്രുവിനും സനാതന ധർമ്മത്തിന്റെ ഇടയിൽ അതിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല. അതുപോലെ തന്നെ കൊടിസുനിക്ക് പരോള് കൊടുത്ത 30 ദിവസം. കൊടിസുനി ആരാന്നറിയാൻ 51 വെട്ടുവെട്ടി TP ചന്ദ്രശേഖരൻ കൊന്ന കേസിലെ പ്രതി. അദ്ദേഹത്തിന് 1 മാസത്തെ പരോള് കൊടുത്തു. ജയിലിൽ കിടക്കുമ്പോ തന്നെ ജയിൽ ചട്ടം ലംഘിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ച വ്യക്തി, കഞ്ചാവ് കച്ചവടം നടത്തിയ വ്യക്തി, ഇത്രയും ഹീനമായിട്ടുള്ള പ്രവർത്തി ചെയ്ത കൊടിസുനിയെ അദ്ദേഹത്തിന്റെ അമ്മയുടെ അപേക്ഷയുടെ പേരിൽ പരോൾ കൊടുത്തിരിക്കുകയാണ്. പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമ്മയുണ്ടെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, TP ചന്ദ്രശേഖരൻ അമ്മയുണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന് 51 വെട്ടുവെട്ടി കൊല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മകന്റെ മരണത്തിൽ മനംനൊന്നല്ലേ അവർ മരണപ്പെട്ടത്? TP ചന്ദ്രശേഖരന് ഭാര്യ ഉണ്ടായിരുന്നില്ലേ? മകനുണ്ടായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ 51 വെട്ടുവെട്ടിയാൽ ഇല്ലാതാക്കി. ആ കേസിലെ പ്രതിക്ക് നിങ്ങൾ പരോള് കൊടുത്തു, അതിനെ നിങ്ങൾ ന്യായീകരിച്ചു. ഇതിനെല്ലാം പുറമെ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറയാണ്, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA യു പ്രതിഭേനെ അവരുടെ മകനെ കഞ്ചാവ് കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത പോലീസുകാരെ സ്ഥലം മാറ്റി. ഇതിന്റെ മന്ത്രി സജി ചെറിയൻ, അദ്ദേഹത്തിന്റെ വകുപ്പ് സാംസ്കാരിക വകുപ്പാണ്. കുണ്ടവും കൊടച്ചക്കറും മന്ത്രി എന്നാണ് അദ്ദേഹത്തിന്റെ നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. അദ്ദേഹം പറയാണ്, കുട്ടികൾ 2 കഞ്ചാവ് നൂതിയാൽ ഒരു കുഴപ്പമില്ല. അതായത് കഞ്ചാവ് വിഷയം ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ലേറ്റസ്റ്റ് ബിസിനസ് സ്വർണത്തിൽ തുടങ്ങി ഇപ്പൊ കഞ്ചാവ് കൃഷിയിലെത്തിയിരിക്കുക. മുമ്പ് സ്വർണ്ണ കൃഷിയായിരുന്നു, അത് പിടിച്ചപ്പോ സ്വർണം മാറ്റി കഞ്ചാവ് കൃഷിയാക്കി. ഇന്നലെ ഒരു കോടതിയിലെ കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? വിധി പറയാൻ വേണ്ടി കോടതിയിലുള്ള സമയത്താണ് കൊടിസുനിയും ഈ കൃപേഷിനെ ശരത്താലിനെയും കൊന്ന കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള പീതാംബരനും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ജയിലിന് പുറത്ത് കോടതിയിൽ വെച്ച് 2 പേർക്ക് സന്ധിക്കാനുള്ള അവസരം പോലീസ് ഉണ്ടാക്കി കൊടുത്തില്ല. എന്താ പറയുന്നത്? എന്തോ കണ്ടാണ് ക്ലാറ്റി മീറ്റ് ചെയ്യുന്നതാണ്.
2 കൊലക്കേസിൽ 1-ാം പ്രതികൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ. ഞാൻ ചോദിക്കട്ടെ, എവിടെ എത്തി നിൽക്കുന്നു കേരള രാഷ്ട്രീയം? ഇത്രയേറെ ഹീനമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ബോധപൂർവം അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൂടാൻ കോൺഗ്രസിലെ ആരാണ് ഭാവി മുഖ്യമന്ത്രി? ഇതൊന്നും എല്ലാ കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത്? അതൊക്കെ ഇലക്ഷൻ കഴിയട്ടെ, ആദ്യം പഞ്ചായത്ത് വരുന്നു, പഞ്ചായത്ത് ജയിക്കണം, അത് കഴിഞ്ഞ് അസംബ്ലി വരുന്നു, അസംബ്ലി ജയിക്കണം. എല്ലാ കോൺഗ്രസ്സുകാരും ഒറ്റക്കെട്ടാണ്, UDF ഒറ്റക്കെട്ടാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിനാ ഈ വക അക്രമങ്ങൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ വക അക്രമങ്ങൾ അതിന്റെ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ്. അതിനിടയ്ക്കാണ് മുഖ്യമന്ത്രി സനാതന ധർമ്മത്തിനെ കുറിച്ച് പറയുന്നത്. സത്യത്തിൽ എന്താ സനാതന ധർമ്മം എന്ന് പിണറായിക്ക് അറിഞ്ഞുകൂടാ. പ്രസംഗം എഴുതി കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രസ് സെക്രട്ടറിക്ക് അറിഞ്ഞുകൂടാ എന്താ സനാതന ധർമ്മം. ഗോവിന്ദ മാഷ് ഒട്ടും അറിഞ്ഞുകൂടാ. ഗോവിന്ദ മാഷാണെങ്കിൽ ഡ്രില്ലിന്റെ മാഷ, അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറയും ഇത് മുഴുവൻ അശ്ലീലാണ്. എന്നാൽ സനാതന ധർമ്മത്തിലെ ചില കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് കഴിയും. എന്തുകൊണ്ടാണ് സനാതന ധർമ്മത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന? ആർക്ക് വേണ്ടിയാ? ഇത് അശ്ലീലാണെന്ന് പറയാൻ എന്താ സനാതന ധർമ്മം? സനാതന ധർമ്മത്തിനൊരു കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പ്രാചീനമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നാണ് സനാതന ധർമ്മത്തിൽ പറയുന്നത്. അതിനെ പിന്നീട് ചെല്ലും ദുർവ്യാഖ്യാനം ചെയ്ത ആ ദുർവ്യാഖ്യാനം ചെയ്തത് ഇന്നത്തെ RSSന്റെ അന്നത്തെ ഹിന്ദു മഹാസഭക്കാർ ഉൾപ്പെടെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോഴാണ് അതിനെ ചോദ്യം ചെയ്തത്. അല്ലാതെ സനാതന ധർമ്മത്തിന് കുഴപ്പമൊന്നുമില്ല. അല്ലെ ബ്രാഹ്മണ്യത്തിനെ കുറിച്ച് പറയുന്നത് അമ്പലങ്ങളിൽ പൂജ ചെയ്യാൻ ബ്രാഹ്മണരിൽ നിന്നുള്ള വിശ്വാസം അങ്ങനെയല്ല. വേദങ്ങളും ഉപനിഷത്തുക്കളും ആരാണോ മനഃപ്പാഠം ആയിട്ട് പഠിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ, മത്സ്യമാംസാദികൾ വർജിക്കുന്നവർ, അവർ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവരിൽ ബ്രാഹ്മണ്യമുണ്ട്. ആ ബ്രാഹ്മണ്യമുള്ള വ്യക്തിക്ക് ഏത് ജാതിക്കാരനാവട്ടെ, ഏത് ജനിച്ചാലും, അത് ഉയർന്ന ജാതിക്കാരനാണെങ്കിലും താഴ്ന്ന ജാതിക്കാരനാണെങ്കിലും, വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ബ്രാഹ്മണ്യം ലഭിക്കും. അങ്ങനെയുള്ളവർക്ക് പൂജ ചെയ്യാൻ യോഗ്യതയുണ്ടെന്നാണ് സനാതന ധർമ്മത്തിൽ പറയുന്നത്. അതനുസരിച്ചുള്ള മുമ്പ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇതൊക്കെ പഠിച്ച ദളിത് വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ പൂജാരിമാരാക്കി വെച്ചല്ലോ, ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. അവരെ കൂടി നിയമിച്ച് അവരെ ക്ഷേത്രങ്ങളിൽ ശാന്തിമാരായി നിയമിച്ചു. അതിൻ്റെ അർത്ഥം സനാതന ധർമ്മത്തിന്റെ ഈ മൂല്യങ്ങളൊക്കെ പരിപാലിച്ചുകൊണ്ടാണ്. അല്ലാതെ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് അവന് ബ്രാഹ്മണ്യം ഉണ്ടാവില്ല. കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് നടക്കുന്നവനെ അവർക്ക് പൂജയുടെ അവകാശമില്ല. അവർ വേദങ്ങളും പഠിച്ചിട്ടില്ല, മന്ത്രങ്ങളും പഠിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെയുള്ള സനാതന ധർമ്മത്തിന് അശ്ലീലമെന്ന് പറയുമ്പോൾ ചർച്ച അതിലേക്ക് മാറി. അപ്പോൾ BJPക്കാർ സനാതന ധർമ്മത്തിന്റെ രക്ഷകരായിട്ട് വരുന്നു. അതിന്റെ പേരിൽ ചർച്ചയുണ്ടാവുന്നു. കേരള രാഷ്ട്രീയം വഴിമാറി വിടുന്നു. ക്രമസമാധാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അക്രമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല, ഈ സമൂഹത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിന് പകരം ചർച്ച വഴിമാറി വിടുമ്പോൾ അതിന്റെ പ്രയോജനം ആർക്കാം? മാർക്സിസ്റ്റ് പാർട്ടിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അനാവശ്യ വിവാദങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം പറയാം. നിങ്ങളുടെ 8 കൊല്ലത്തെ ഭരണം എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയും? നിങ്ങൾ കൊട്ടിഘോഷിച്ച ലൈഫ് പദ്ധതി എവിടെ പോയി? ഇന്ന് നിങ്ങൾക്കൊരു വീട് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ 600ഓളം പേർ മരണപ്പെട്ടു. നിങ്ങളതിന്റെ കണക്ക് വ്യക്തമായിട്ടുള്ള കണക്ക് കൊടുത്തോ? ഡൽഹിക്ക് കൊടുത്തിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നാ കണക്ക് കൊടുത്ത? കഴിഞ്ഞ മാസം 11-ാം തീയതി കൊടുക്കുന്നത്. ദുരന്തം ഉണ്ടായിരുന്ന ജൂലൈ 30-ാം തീയതി. കേന്ദ്രത്തിനെ പറ്റുമ്പോൾ കേന്ദ്രം ജീവൻ തെറ്റി തന്നെയാണ്. ടോക്കൺ എമൗണ്ട് എങ്കിലും കേന്ദ്രം കൊടുത്തില്ല. ഞങ്ങൾ കേന്ദ്രത്തിന് ന്യായീകരിക്കുന്നില്ല, സംസ്ഥാനം ചെയ്ത കുറ്റമാണ്. 600 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ട് അതിന്റെ വ്യക്തമായി നഷ്ടപ്പെട്ടതിന്റെ കണക്ക് എന്തുകൊണ്ട് ഡൽഹിക്ക് അറിയിച്ചില്ല? പ്രധാനമന്ത്രിയുടെ വന്നൊരു ഫോട്ടോഷൂട്ട് നടത്തിപ്പോയി. എന്ത് നൽകി കേരളത്തിന്? 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമ്പോൾ ആ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ചില്ലി കാശ് കൊടുക്കാൻ കഴിയും. ഇപ്പോഴാണ് ഏത് ഭൂമി അക്വയർ എന്നുള്ള ഹൈക്കോടതിയുടെ വിധി വരുന്നത്. ഇപ്പൊ വീടുകളുടെ കണക്കുണ്ടാക്കുകയാണ്.
സാധാരണ ഇത് നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. പരമാവധി ഏറ്റവും മോശപ്പെട്ട ഭൂമിയാണെങ്കിൽ അവിടെ ഒരു മെച്ചപ്പെട്ട ഒരു വീട് വെച്ച് കൊടുക്കുക. ചിലപ്പോൾ ഭൂമിയിൽ ചില നിലം നികത്തേണ്ടി വരും. അതിന്റെ ചെലവെല്ലാം നോക്കിയാൽ പരമാവധി 15 ലക്ഷത്തിന് ഒരു വീട് പണിക്കാം. 7 ലക്ഷം മുതൽ 13 ലക്ഷം വരെ വീട് പണിത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നാലും നല്ലൊരു വീട് 15 ലക്ഷം സംഭവിച്ചു. പിണറായി കണക്കാക്കിയിട്ടുള്ള 30 ലക്ഷം. ഈ സ്പോൺസർ ചെയ്യുന്നവരുണ്ട്. കർണാടക ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ 100 വീട് ഉണ്ടാക്കി തരാം. UDF കോൺഗ്രസ് പാർട്ടി പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങൾ 100 വീട് ഉണ്ടാക്കി തരാം. നമ്മൾ കണക്കാക്കിയത് 12 ലക്ഷം രൂപയാണ്. സാമാന്യം നല്ല വീടുണ്ടാക്കാം. ഇവര് പറയാണ് വീടുണ്ടാക്കാൻ ടൗൺഷിപ്പ് ഉണ്ടാക്കാം. ടൗൺഷിപ്പിന് ഒരു വീടിന് 30 ലക്ഷമായിരിക്കും. നിങ്ങളുടെ DYFIക്കാരന് പറഞ്ഞ വീടിന് തന്നെ ഏതാണ്ട് 12 ലക്ഷം രൂപ. പരമാവധി 12-15 ലക്ഷം സുഖമായിട്ട് ആൾക്ക് താമസിക്കാനുള്ള 2 ബെഡ്റൂമും ബാത്റൂമും ഉൾപ്പെടെയുള്ള വീടുണ്ടാക്കാം. ഞങ്ങളുടെ പാർട്ടി എത്ര പേർക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വീടിന്റെ താക്കോൽദാന കർമ്മത്തിൽ പങ്കെടുത്തു. നല്ല സാമാന്യ ഒരു കുടുംബത്തിൽ താമസിക്കാവുന്ന ഒരു വീട്, അത് 13 ലക്ഷത്തിനാണ്. ഏറ്റവും ഒരു താഴ്ന്ന പ്രൈസാണ്. അവിടെയൊക്കെ മണ്ണിട്ട് ഒക്കെ നികത്തി ഒരു വീടുണ്ടാക്കിയപ്പോൾ അതിന്റെ ചെലവ് 13 ലക്ഷം. സുഖമായിട്ട് നല്ല വീടാണ്. വീട്ടുകാർ വലിയ സന്തോഷത്തില്ല. ഇത് സ്പോൺസർ ചെയ്തവരോട് പറയാണ് 30 ലക്ഷത്തിന്റെ വീട് വെച്ച് തരണം. അപ്പൊ അതിന്റെ പേരിൽ ഇരട്ടി ചെലവുണ്ടാക്കുക. ആരെ ഏൽപ്പിച്ചിട്ട് ഊടാരിക്കുന്ന സൊസൈറ്റിയിൽ പിന്നെ ആർക്ക് മനസ്സിലായല്ലോ എന്താ അവസ്ഥ. അപ്പോ ഇതിന്റെ പേരിൽ കച്ചവടം അടിക്കാൻ നോക്കുക. മൃതശരീരം സംസ്കരിക്കാൻ എല്ലാവരും സൗജന്യമായിട്ടല്ലേ സേവനം ചെയ്ത്. കോൺഗ്രസ്സുകാർ, UDFകാർ എല്ലാവരും സൗജന്യമായിട്ട് സേവനം നടത്തി. LDFകാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അവരെല്ലാം സൗജന്യ സേവനം നടത്തി. മൃതശരീരങ്ങൾ സംസ്കരിച്ചു. സ്ഥലം സൗജന്യമായിട്ട് വിട്ടുകൊടുത്തു. എന്നിട്ട് ഡൽഹിക്ക് അയച്ച കണക്കെന്താ? ഒരു മൃതശരീരം സംസ്കരിക്കാൻ 75,000 രൂപ. ഇതെന്താ അറവാണോ? അതിൻ്റെ ഇടയിൽ ഓണത്തിനിടയിൽ കുട്ടിവെച്ചാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് അതിലും വലിയ കച്ചവടമായിപ്പോയി. ഒരാൾ മരിക്കുമ്പോൾ അയാളെ ശവസംസ്കാരം സൗജന്യമായിട്ട് നാട്ടുകാർ നടത്തി കൊടുക്കുമ്പോൾ അതിനും പൈസ എഴുതി വാങ്ങുക. അപ്പൊ ഇത്രയും വലിയ ദുരന്തമുണ്ടായി 600 പേര് മരണപ്പെട്ടിട്ട് അതിന്റെ വ്യക്തമായ കണക്ക് പോലും നൽകാൻ തയ്യാറായിട്ടില്ല. കർണാടക സർക്കാർ ചോദിച്ചിട്ട് ഞങ്ങൾ 100 വീട് തരാന്ന് പറഞ്ഞിട്ട് എവിടെ സ്ഥലം എവിടെ? കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി ചോദിച്ചല്ലോ കേരള മുഖ്യമന്ത്രിയോട്, ഞങ്ങൾ വീട് വെച്ച് തരാം, ഞങ്ങളുടെ കയ്യിൽ കാശുണ്ട്, സ്ഥലം കാണിച്ചു. അതുപോലും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാർ പാവങ്ങളെ സഹായിക്കുന്ന സർക്കാരാണോ? ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് ജില്ലാ സമ്മേളനം തുടങ്ങി. എല്ലായിടത്തും വിമർശനല്ലേ മുഖ്യമന്ത്രിയെ കുറിച്ച്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചുള്ള ആക്ഷേപമുണ്ട്, നിങ്ങളെക്കുറിച്ച് സാമ്പത്തിക ആരോപണമുണ്ട്, നിങ്ങളുടെ മകളുടെ കമ്പനിയെ കുറിച്ച് ആക്ഷേപമുണ്ട്, നിങ്ങൾ RSSകാരനായിട്ടുള്ള ADGP അജിത് കുമാറിനെ നിങ്ങൾ DGP ആക്കാൻ നോക്കുന്നു. എന്തായിരുന്നു അതിന്റെ ആവശ്യം? അയാൾക്ക് കിട്ടാൻ യോഗ്യതയുണ്ടെങ്കിൽ അയാൾ കോടതിയിൽ പോയിട്ട് വാങ്ങട്ടെ. നിങ്ങൾ എന്തിനു സമ്മതിച്ചു കൊടുത്തു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടോ? വലിയ വർഗീയതയ്ക്കെതിരായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലേ പിണറായി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ നിന്നൊരു MP എങ്ങനെ BJPക്ക് ഉണ്ടായി? നിങ്ങളല്ലേ സഹായിച്ചു കൊടുത്തത്? പൂരം കലക്കിയതാരാ? അജിത് കുമാർ എന്ന പൂരം കലക്കി ADGPനെ നിങ്ങൾ DGP ആക്കാൻ നോക്കുക. കാരണം നിങ്ങൾ നരേന്ദ്രമോദിയായിട്ടുള്ള പാലമാണ് അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. അതിനു വേണ്ടിയിട്ടല്ലേ 2023 മെയ് മാസത്തിൽ അന്ന് ADGP ആയിരുന്ന അജിത് കുമാർ എന്തിനാണ് മഫ്തിയിൽ ഒരു സ്വകാര്യ കാറിൽ എന്തിന് തൃശ്ശൂരിൽ പോയി? എന്തിന് RSSന്റെ രണ്ടാമനായിരുന്ന ഹൊസമോളയുമായിട്ട് എന്തിന് ദത്താത്രേയ ഹൊസമോളയിൽ എന്തിന് ചർച്ച നടത്തി? ആ ചർച്ചയിൽ ഉണ്ടായത് മറ്റൊന്നുമല്ല, അത് പൂരം കലക്കാനല്ല. കാരണം 2023 മെയ്യിലാണല്ലോ ചർച്ച. ആ ചർച്ചയിൽ ഹൊസമോള പറഞ്ഞു, ഞങ്ങൾക്ക് കേരളം വരെ MP കിട്ടും, ഞങ്ങൾ തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് സാധ്യതയുണ്ട്, ആന്ധ്രയിൽ ഞങ്ങൾക്ക് സാധ്യതയുണ്ട്, തെലങ്കാനയിൽ സാധ്യതയുണ്ട്, പക്ഷേ
ഇത്ര പണി മുഴുവൻ പഠിച്ചിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ട് ഞങ്ങൾക്ക് ആ ഒരു നിയമം കിട്ടി. അത് പിന്നത്തെ ഇലക്ഷനിൽ പോയി. ഈ ഇലക്ഷനിൽ ഒരു MP-നെങ്കിലും ഇവിടെ ജയിപ്പിച്ചേ പറ്റൂ. അങ്ങനെ ജയിക്കാൻ ഞങ്ങളെ സഹായിച്ച പിണറായി വിജയനെതിരായിട്ടുള്ള എല്ലാ കേസുകളും ഞങ്ങൾ പിൻവലിക്കാം. അദ്ദേഹത്തിന്റെ മകൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാം. മാത്രമല്ല 3ാം പിണറായി സർക്കാർ വരാൻ ഞങ്ങൾ സഹായിക്കാം. അതായത് ചർച്ചയിലുണ്ടായത്. പിന്നീടാണ് ജയരാജനും BJP-യുടെ എന്തായിരുന്ന പേര് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഇവിടുത്തെ കേരളത്തിലെ പ്രകാശ് ജാവേദ്കർ എന്ന ചർച്ച. അതിലാണ് ഒന്നും കൂടെ വിശദീകരണമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് 3 സീറ്റിൽ ഞങ്ങളുടെ നമ്പർ 1 സീറ്റാണ്. 1 തൃശ്ശൂര്, 2 തിരുവനന്തപുരം, 3 ആക്കി. 3 ജയിക്കാൻ സന്തോഷം, പക്ഷെ 1 ജയിച്ചേ പറ്റും. ഏതായാലും ഇലക്ഷൻ വന്നു, സ്ഥാനാർത്ഥികൾ വന്നു. ഭാഗ്യവശാൽ ആറ്റുകാൽ പൊങ്കാല, തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി മാസത്തിലായിരുന്നു. അതുകൊണ്ട് പൊങ്കാല കലങ്ങിയില്ല, സ്ഥാനാർത്ഥികൾ വരാത്തത്. പക്ഷെ കലക്കാൻ കിട്ടിയത് തൃശ്ശൂർ പൂരം. ഏപ്രിൽ 19-ാം തീയതി തൃശ്ശൂർ പൂരം. ശരിക്കും ഇന്ത്യയിലെ മറ്റ് 1ാം ഘട്ട പോളിംഗ് തമിഴ്നാട് ഉൾപ്പെടെ ഏപ്രിൽ 19-ാം തീയതി. കേരളത്തിൽ 26-ാം തീയതി വെക്കാൻ കാരണം തൃശ്ശൂർ പൂരം കാരണം. അപ്പോ കലക്കാൻ പറ്റിയ തൃശ്ശൂർ പൂരമായിരുന്നു. തിരുവനന്തപുരത്തെ ഭാഗ്യത്തിന് ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരിയിലായി പോയി. തൃശ്ശൂരാന്റെ കഷ്ടകാലത്തിന് തൃശ്ശൂർ പോലെ ഇലക്ഷൻ്റെ ഒരാഴ്ച കൂട്ടു. പൂരം സുഖമായിട്ട് കളക്കി പോയി. പക്ഷെ കമ്മീഷണർ നേതൃത്വത്തിൽ അങ്ങനെ അശോകൻ എന്നുള്ള അവിടുത്തെ കമ്മീഷണർ ഹംസിത് അശോകൻ ആളല്ലേ കലക്കാൻ നേതൃത്വം കൊടുത്ത്. അദ്ദേഹത്തിന് ഡയറക്ഷൻ കൊടുത്ത രാജീവ് കുമാർ ADG അവിടെ വന്നു, തൃശ്ശൂർ വന്നു, ഡയറക്ഷൻ കൊടുത്തു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആനയ്ക്ക് പട്ട കൊടുക്കാൻ ചെന്ന പാപ്പാന്മാരെ തല്ലി. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആനകളുടെ തമ്മിൽ കുത്തുവിളക്കായി നിന്നവരെ തല്ലി. അപ്പോഴല്ലേ തിരുവമ്പാടിക്കാര് മെയിൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ പൂരത്ത് പിന്മാറുക എന്ന് പറഞ്ഞു. ഇതിന് കഴിഞ്ഞ അസംബ്ലിയിൽ പിണറായി പറയാണ്, പൂരം കലങ്ങിയിട്ടൊന്നുമില്ല, വെടിക്കെട്ട് കുറച്ച് താമസിച്ചു. ഇയാൾ പൂരം കണ്ടിട്ടുണ്ടോ? പൂരവും കണ്ടിട്ടില്ല, ഇയാൾ വെടിക്കെട്ട് കണ്ടിട്ടില്ല. വെടിക്കെട്ട് നടന്നപ്പോഴും അറിയോ, കാലത്ത് 7 മണിക്ക് 3 മണിക്ക് വെടിക്കെട്ട് നടത്തേണ്ടതാണ്. കാരണം തൃശ്ശൂർ വെടിക്കെട്ട് ഞാനൊക്കെ ഒരുപാട് പൂരം കണ്ടിട്ടുള്ളതാണ്. തൃശ്ശൂർ വെടിക്കെട്ടിനാണെങ്കിൽ ഈ വർണ്ണങ്ങൾ ഇങ്ങനെ വിരിയും. 3 മണിക്കല്ലേ നല്ല ആകാശത്ത് ഇങ്ങനെ വർണ്ണങ്ങൾ വിരിയുന്ന വെടിക്കെട്ട. അത് നടത്തിയപ്പോഴാണ് 7 മണിക്ക്. നിങ്ങൾക്ക് അറിയാതെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ഏറ്റവും കൂടുതൽ ചൂടുണ്ടായിരുന്ന സമയം തൃശ്ശൂർ എന്ന് 42 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട്. 7 മണിക്ക് വെടിക്കെട്ട് നടക്കുമ്പോൾ ഞാനപ്പോൾ അവിടെയുണ്ട്. വർണ്ണമല്ല കണ്ടത്, കറുത്ത പോകാണ്ട് കുറെ ശബ്ദവും കേട്ടു. ഇതല്ലാതെ വർണ്ണവും കണ്ടില്ല, ഒന്നും കണ്ടില്ല. അതിന്റെ മുഖ്യമന്ത്രി പറയാണ്, പൂരം കുറച്ച് നീട്ടില്ല, വെടിക്കെട്ട് കുറച്ച് നീണ്ടുപോയതുള്ളൂ, പൂരം കഴിഞ്ഞിട്ടൊന്നുമില്ല. 36 മണിക്കൂറാണ് തൃശ്ശൂർ പൂരം. അതിൽ 1 മണിക്കൂർ തടസ്സപ്പെട്ടാൽ പൂരം കലങ്ങിയെന്ന അർത്ഥം. അങ്ങനെ കലങ്ങുന്നവരെ മത്സരം UDF LDF തമ്മിലായിരുന്നു. അവിടെ സുരേഷ് ഗോപി പിക്ചറിലുണ്ടായിരുന്നില്ല. അയാളെ പലയിടത്തും കണ്ടിട്ട് പോലും ഇല്ല. 1-2 തവണ അദ്ദേഹം പാർട്ടിക്കാരായിട്ട് പിണങ്ങി തിരുവനന്തപുരത്തേക്ക് പോയി. അങ്ങനെ 1ാം സ്ഥാനത്ത് പോലും 2ാം സ്ഥാനത്ത് പോലും ഇല്ലാത്ത സ്ഥാനാർത്ഥി എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചാൽ, പൂരം കലയ്ക്ക് അന്ന് മുതൽ പ്രചരണമാണ്. ഇവിടെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല. പൂരം പോലും മുടങ്ങിയിരിക്കുന്നു, എല്ലാവരും നമ്മളെ സഹായിക്കണം എന്ന് പറഞ്ഞ് RSSകാർ രംഗത്തിറങ്ങി. അതുപോലെ തന്നെ പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ അനുകൂല സ്റ്റേറ്റ്മെന്റുമായി ക്രിസ്ത്യൻ വോട്ടർമാരെ സ്വാധീനിക്കാൻ നോക്കി. ഇത് രണ്ടുമായപ്പോ ഏതാണ്ട് 3/4 ലക്ഷം വോട്ടിന് BJP-യുടെ MP ജയിച്ചു. ഉത്തരവാദിയായ പിണറായി വിജയനല്ലേ. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സമ്മതമില്ലാതെ RSS നേതാവിനെ സന്ദർശിച്ച അജിത് കുമാറിനെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല? സസ്പെൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പ്രമോഷൻ കൊടുക്കാൻ പോവാണ് DGP ആയിട്ട്. അതിന്റെ അർത്ഥം മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യുമായിട്ട് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ ഏറ്റവും അധികം ഹിന്ദു വർഗീയത പറയുന്ന ആരാ? RSS-നേക്കാൾ മുൻപന്തിയിൽ പിണറായി അല്ലേ. സനാതന ധർമ്മത്തിന്റെ അത് വേറെ കാര്യം. പക്ഷേ
ഈ സംസ്ഥാനത്തെ മുസ്ലിം ലീഗ് വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടുന്നു എന്ന് പറയാൻ എന്താ മാർക്സിസ്റ്റ് പാർട്ടിക്ക് യോഗ്യത? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾ വിമർശിച്ചു, നിങ്ങൾ SDPയെ കുറിച്ച് വിമർശിച്ചു. ഞാൻ ചോദിക്കട്ടെ, 2016 തൊട്ടടുത്ത വേലാമ്പ്രയിൽ എങ്ങനെ TP രാമകൃഷ്ണൻ ജയിച്ചു? ഞാനിപ്പോഴും ഓർക്കുന്നവിടെ ചുമരെഴുത്തായത് TP രാമകൃഷ്ണൻ വന്നപ്പോൾ മാർക്സിസ്റ്റുകാർ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തു. ഒരു വിഭാഗം അവർ ചുമരെഴുതിയത് എന്താ അറിയോ? കേരളം മുഴുവൻ ഇടത്തോട്ട്, പേരാമ്പ്ര മാത്രം വലത്തോട്ട്, ഞങ്ങൾ ഇയാളെ തോൽപ്പിക്കും. അപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയെ TP രാമകൃഷ്ണൻ സമീപിക്കുന്നത്. അവരോട് ഞങ്ങൾ വോട്ടുകാരാണ്. കേരളത്തിലെ പരസ്യമായി അവർ LDFനെ സഹായിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഞാൻ മത്സരിച്ച നിയമത്തെ എങ്ങനെ ശിവൻകുട്ടി ജയിച്ചു? ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നവരെയാണ് 1 മാസത്തെ ഗ്യാപ്പിൽ SDPയേക്കാൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഞങ്ങൾ നിയമത്തെ സഹായിച്ച ശിവൻകുട്ടിയാണ്. റിസൾട്ട് വരുന്നതിന് മുമ്പ് അവര് പറഞ്ഞു ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കണം, പിണറായിയുടെ തുടർ ഭരണം ഉണ്ടാവണം. ഇപ്പൊ മന്ത്രി V അബ്ദുറഹ്മാൻ കഴിഞ്ഞ ആഴ്ച പറയുകയാണ് ഞാനും ജയിച്ചത് SDPയുടെ വോട്ട് വാങ്ങി. ആളെ 2000 കൊണ്ടാണ് ജയിച്ചത്. ഞാനും ജയിച്ച SDPയുടെ വോട്ട് വാങ്ങിയ. ഇപ്പൊ വിജയരാഘവൻ പറഞ്ഞെന്താ? പ്രിയങ്ക ഗാന്ധി ജയിച്ചത് SDPയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് കൊണ്ടാണ്. ഞാൻ വിജയരാഘവൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് 71,000 വോട്ടാണ് കുറഞ്ഞത്. ആര് കുറഞ്ഞു? പോളിംഗ് ശതമാനം രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഏതാണ്ട് 75% ഉണ്ടായി എങ്കിൽ ഇത്തവണ 64% പോളിംഗ് കുറഞ്ഞു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് കിട്ടിയതിനേക്കാൾ 71,000 വോട്ട് സത്യൻ മോഹരിക്കൊരു മലയാളിയായിട്ട് പോലും കേരള നിയമസഭയിൽ 3 തവണ MLA ആയിരുന്ന ശ്രീ സത്യൻ മോഹരിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആനിരാജയുമായി, ആനിരാജ മലയാളിയാണ്, എന്നാലും താമസം തമിഴ്നാട്ടിലാണ്, കേരളമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, കണ്ണൂർ വീടുണ്ട് എന്ന് മാത്രം. ആനിരാജയ്ക്ക് കിട്ടിയതിനേക്കാൾ എങ്ങനെ 71,000 വോട്ട് കുറഞ്ഞു? ആരതിന്റെ കാരണം?